Hello dears, welcome back to Silent Learning. It's me Shribhama SB. This പേര് ശ്രീഭാമ എന്നാണ്. അപ്പൊ മക്കളി നമ്മളിതാ 7th CBSE അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. പുതിയൊരു വർഷമാണ്, ന്യൂ അക്കാഡമിക് ഇയർ ആണ്. ചിലപ്പോൾ ന്യൂ ഫ്രണ്ട്സ്, ന്യൂ ടീച്ചേഴ്സ്, ചിലപ്പോൾ ന്യൂ സ്കൂൾ ആയിരിക്കാം. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ പുതിയൊരു വർഷത്തിലോട്ട്, അക്കാഡമിക് ഇയറിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഈ വർഷത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അല്ലെ. മുമ്പത്തെ വർഷം പോലെയല്ല, ഈ വർഷം ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളിലും സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആണ് ഏറ്റവും വലിയൊരു നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം. അപ്പൊ അതിന്റെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളതെല്ലാം ഓക്കെ ആക്കും, സെറ്റ് ആക്കും. നമ്മുടെ സൈലത്തിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് ഷുവർ ആയിട്ട് എന്റെ മക്കൾക്ക് കിട്ടും. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി നമ്മുടെ NCERTയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിനനുസരിച്ച് സിലബസിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്നാമത് നിങ്ങൾ 6th കഴിഞ്ഞ് 7th എത്തി, കുറച്ചും കൂടെ വലിയ മക്കളായി. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ വൈഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. സിലബസ് വൈസ് ഒക്കെ നല്ല മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസും പുതിയതാണ്, പുതിയൊരു ടെക്സ്റ്റ് ബുക്കും ആണ്. അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ആദ്യം നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കുക അല്ലെ. എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുക, അയ്യോ ഇനി എന്ത് ചെയ്യുന്നാണെങ്കിൽ ഒരു പേടിയും വേണ്ട, നമ്മൾ സെറ്റാക്കും. ഇപ്രാവശ്യത്തെ അക്കാഡമിക് ഇയറിൽ ഫുൾ മാർക്കിനെ നമ്മൾ സ്കോർ ചെയ്യും. സോ ഡോണ്ട് വറി, നമ്മൾ അടിപൊളിയാക്കും, സെറ്റാക്കാം. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതിന്റെ മക്കൾ ഷുവറായിട്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം. എടാ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? മിസ് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സിന് ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. മിസ് ഫുഡ് കഴിക്കാത്ത ദിവസം എന്താ, ഫുഡ് വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നിങ്ങൾ എന്തൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കഴിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പൊ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കും, വെജിറ്റബിൾസ് കഴിക്കാതിരിക്കും, മീറ്റ് കഴിക്കുമായിരിക്കും. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കാം. അപ്പൊ ഈ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ചിലത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊരു പുളിയാന്ന് നിങ്ങൾ പറയും, ചിലത് പറയും എന്തൊരു കയ്പാ ഇതിന്, ചിലത് പറയും നല്ല സ്വീറ്റ് ആയിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? എന്താണ് ഈ ഫുഡ് പറയുന്ന ഐറ്റംസിൽ തന്നെ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അത് നമുക്ക് അറിയണം അല്ലേ. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. മിസ് ഒരു കൂട്ടം ഫുഡുകളോട് വെച്ചിട്ടുണ്ട്, നോക്കടാ. ലെമൺ വെച്ചിട്ടുണ്ട്, കേർഡ് വെച്ചിട്ടുണ്ട്, ടാമറിൻഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഇത് ഏത് കഴിച്ചാലും നമുക്കൊരു പുളിപ്പ് ഫീൽ ചെയ്യും ഇല്ലേ. നമ്മളൊരു പുളി കഴിച്ചാൽ പുളിച്ചിട്ട് വയ്യാന്ന് പറയും അല്ലേ. ആൻഡ് കേർഡ് ആണെങ്കിൽ ഒരു പുളി ഉണ്ടായിരിക്കും, ലെമൺ ആണെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫുഡ് ഐറ്റംസിന് പുളിരുചി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സോർട്ട് ടേസ്റ്റ് വന്നിട്ടുള്ളത്? നമ്മൾ പറയും ഭയങ്കര സോർട്ട് ടേസ്റ്റ് ആണെന്ന് പറയും അല്ലേ. ബട്ട് വൈ, എന്തുകൊണ്ടാണ്? അതൊന്നാമത്തെ കാര്യം. ഇനി അടുത്ത നോക്കിക്കോ, നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ടല്ലോ, ഡെയിലി ബ്രഷ് ചെയ്യല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അല്ലേ. അപ്പൊ ഈ ടൂത്ത് പേസ്റ്റ് അബദ്ധവശാലെങ്കിലും കഴിച്ചു പോയവരുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇതേപോലെ എനിക്ക് പണി കിട്ടാറുണ്ട്. ഞാൻ ഇങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരയണ കിടക്കും. അപ്പൊ നമുക്ക് ഒരുമാതിരി ഒരു സോപ്പി ഫീൽ അല്ലെ, ഒരുമാതിരി ഒരു വഴുവഴുപ്പ് ആൻഡ് അതുപോലെ ഒരു ബിറ്റർ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഒരു കയ്പ് പോലെ സാധനം നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഡിറ്റർജൻസ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബിറ്റർ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്? യെസ്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആസിഡിന്റെയും ആൽക്കലിയുടെയും കാര്യമാണ്. നമുക്കറിയാം ഈ പറയുന്ന ഫുഡ് ഐറ്റംസിൽ, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഫുഡ് ഐറ്റംസിലൊക്കെ ഒരുപാട് ആസിഡുകൾ അടങ്ങിയതുകൊണ്ടാണ് അതിനൊരു സോർ ടേസ്റ്റ് വന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ആൽക്കലിയാണ് ഞാൻ പറഞ്ഞ മറ്റേ എക്സാമ്പിളുകൾ. രണ്ടാമത് പറഞ്ഞിട്ടുള്ള സോപ്പ്, ഡിറ്റർജൻസും, ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. ആൽക്കലിക്കുള്ള എക്സാമ്പിൾ ആണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ ആണ്. ലെമണിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നറിയോ? സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് ലെമണിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു സോർ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പുളി രുചി നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, നിങ്ങൾക്ക് LC എന്ന് ആലോചിക്കാം. ലെമൺ, L for lemon and C for citric acid. LC എന്നുള്ള ഷോർട്ട് ഫോം പഠിച്ചു വെക്കുക. സോ ലെമണിൽ അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡ്. ഇനി അടുത്ത് നോക്കുക, വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാ ചോദിച്ചാൽ നിങ്ങൾ പറയണം അസറ്റിക് ആസിഡ് ആണ്.
അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. വാ, നമ്മൾ പറയില്ലേ എടാ വാടാ പൂവാടാ പറയും, വാ എന്ന് ആലോചിച്ചാൽ മതി. വി ഫോർ വിനീഗർ ആൻഡ് എ ഫോർ അസറ്റിക് ആസിഡ്. സോ VA എന്നുള്ള ഒരു ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചു വെക്കാം. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നോക്കുക, കേർഡ് അല്ലെങ്കിൽ മിൽക്കിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ മക്കളെ. എന്താ അടങ്ങിയിട്ടുള്ളത്? ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. ആൻഡ് അടുത്തത് ടാമറിൻഡില, പുളി. നമ്മൾ പലപ്പോഴും പുളി കഴിക്കുമ്പോൾ പുളിച്ചിട്ട് വയ്യാന്ന് പറയും. വൈ? അതിനകത്തുള്ള ആസിഡ് കണ്ടന്റ് ആണ് അതിന്റെ റീസൺ. അതാണ് ടാറ്റാറിക് ആസിഡ്. അത് സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ നിങ്ങൾക്ക് ടാറ്റ എന്ന് പഠിച്ചു വെച്ചാൽ മതി. നമുക്കൊരു ടാറ്റ തരാം. പക്ഷേ നിങ്ങൾ ടാറ്റ തരണമെങ്കിൽ എങ്ങനെയാണ്? TA for tamarind ആൻഡ് another TA for tartaric acid. അപ്പോൾ ടാമറിനിൽ അടങ്ങിയിട്ടുള്ളത് ടാറ്റാറിക് ആസിഡ് എന്ന് പറഞ്ഞ് ടാറ്റ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ. ഇത് മാത്രമല്ല ഒരുപാട് എണ്ണത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് നോക്കിക്കോളൂ. ബട്ടർ കേർഡിൽ ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ, വിനിഗറിൽ അസറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടാമറിൻ ടാറ്റാറിക് ആസിഡ് നമ്മൾ പറഞ്ഞു. ഇനി ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളതാണ് മാലിക് ആസിഡ്. ഓക്കെ. ഇനി ഗൂസ്ബെറിയിൽ അടങ്ങിയിട്ടുള്ളത് അസ്കോർബിക് ആസിഡ് ആണ്. നമ്മൾ ഗൂസ്ബെറീസ് ഒക്കെ കഴിക്കല്ലേ, നമുക്ക് ബോഡിക്കൊക്കെ നല്ലതാണ് അല്ലേ, ഹെൽത്തി ആവാൻ നല്ലതാണ്. ഇനി ടൊമാറ്റോയിലാണെങ്കിൽ ഓക്സാലിക് ആസിഡ് ആണ്. സോ ഇങ്ങനെ ഓരോരോ ഫുഡ് ഐറ്റംസിലും മെയിൻ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോർ ടേസ്റ്റ്. ആസിഡ് എപ്പോഴും കാണിക്കുന്നത്, നിങ്ങളിത് പഠിച്ചു വെച്ചോ, സോർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആസിഡിന് എപ്പോഴും സോർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ മറന്നു പോവാതെ പഠിക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ പോകെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ അടിപൊളിയാക്കും, സെറ്റാക്കും. സോ മക്കളെ, ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ അടിച്ച് പൊളിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ഡോണ്ട് ബി ടെൻസ്ഡ്. ഒരു ടെൻഷനും വേണ്ട, നമ്മൾ സെറ്റാക്കും കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പോകെ ബാക്കി വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.